മാള ഗ്രാമപഞ്ചായത്ത് ആശുപത്രിപ്പടി കനകക്കുന്ന് റോഡ് എങ്ങനെ ഉണ്ടായി എന്ന് ചരിത്ര സംഭാഷണത്തിൽ തെളിഞ്ഞ ഓർമ്മകളിൽ നിന്ന് AV തോമസ് മാഷ് പറഞ്ഞ ചില സത്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു ലൈം ലൈറ്റ് ന്യൂസ് മാള. 30 വർഷങ്ങൾക്ക് മുൻപ് 4 മീറ്ററിൽ താഴെ മാത്രം ഉണ്ടായിരുന്ന ഈ റോഡ് അന്നത്തെ പൊയ്യ പഞ്ചായത്ത് മെമ്പറായിരുന്ന KC സാനിമാഷ് മുൻകൈ എടുത്തതുകൊണ്ടാണ് ഇന്നത്തെ ഈ റോഡ് വരുവാനുള്ള കാരണമെന്ന് അദ്ദേഹം പറയുന്നു. ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് പൊയ്യ പഞ്ചായത്ത് മെമ്പറായിട്ട് KC സാനിമാഷ് പരിശോധിയാൾ KC സാനിമാഷ് അവിടെ മെമ്പറായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു. കാരണം ഈ റോഡ് അവിടെ ചെയ്യുന്ന അവസാനിക്കുന്നത് അവർക്ക് ഇങ്ങോട്ടും വരാൻ പറ്റില്ല, അങ്ങോട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം പാടാണ്. അപ്പം നമുക്ക് ഇത് ഇടവഴി നമുക്കൊന്ന് വീതി കൂട്ടി റോഡാക്കണം, ടാർ ചെയ്യണം, ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായി അത് നല്ല രീതിയിലാക്കി തീർക്കണം എന്നുള്ളത്. അത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പ് 31 വീട്ടുകാരുടെ സമ്മതപ്രകാരം അവരുടെ വസ്തു വിട്ടുകൊടുത്തുമാണ് ഇപ്പോൾ കാണുന്ന ഈ റോഡ് വന്നത്. തുടർന്ന് റോഡ് ടാറിടുകയും അങ്ങനെ ഈ റോഡ് പൊയ്യ കനകക്കുന്നുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം അമിതഭാരം കയറ്റിപ്പോകുന്ന വാഹനങ്ങൾ അതുവഴി പോകുമ്പോൾ റോഡിന് അരികെയുള്ള വീടുകൾക്ക് വിള്ളൽ സംഭവിക്കുന്നത് കാരണം നാട്ടുകാർ ചേർന്ന് മുൻ മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് പരാതി നൽകിയെന്നും ഇതുവഴി ഭാരം കയറ്റിയ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് കമ്മിറ്റിക്കായിട്ട് ഞങ്ങൾ അന്ന് ഇന്ദിരാ ശിവരാമൻ അത് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഇപ്പോഴത്തെ അല്ല ഇതിൻ്റെ മുമ്പത്തെ അതെ ഇന്ദിരാ ശിവരാമൻ്റെ കാലത്ത് അങ്ങനെ ഞങ്ങൾ അവിടെ ഇത് അപേക്ഷ കൊടുത്ത് കുറേ ആൾക്കാർ ഒപ്പിട്ട് ഗ്രാമസഭയിലേക്ക് ഞങ്ങൾ ചെന്ന് വളരെ ശക്തമായിട്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടു. അങ്ങനെ ഗ്രാമസഭ അവിടെ കൂടിയിട്ട് പ്രമേയം പാസാക്കി. ഞങ്ങളുടെ അപേക്ഷ പ്രകാരം ഈ റോഡിലൂടെ 8 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനം ഓടാൻ പാടില്ല എന്നും പറഞ്ഞ് ബോർഡ് വെച്ചു. തുടർന്ന് അതുവഴി പോകുന്ന ടോറസിന്റെ ഉടമ തിരുവനന്തപുരം ട്രിബ്യൂണൽ കോടതിയിൽ കേസ് സമർപ്പിക്കുകയും പഞ്ചായത്ത് നിയോഗിച്ച വക്കീൽ ഹാജരാകാത്തത് മൂലം ഏകപക്ഷീയമായി വിധി വന്നതിന്റെ അടിസ്ഥാനത്തിൽ വച്ച ബോർഡ് പഞ്ചായത്ത് എടുത്തുമാറ്റുകയുമുണ്ടായി. ഈ പഞ്ചായത്തിന്റെ തീരുമാനങ്ങളൊക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ട്രിബ്യൂണലുണ്ട്, അത് തിരുവനന്തപുരത്താണ്. അപ്പോൾ പഞ്ചായത്തിന്റെ എന്ത് തീരുമാനം അവിടെ ചോദ്യം ചെയ്യാം. ഈ ടോറസിന്റെ ഉടമ അവിടെ പോയി പരാതി കൊടുത്തു. അപ്പോൾ പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾ പഞ്ചായത്തിനോട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് തോന്നും. അപ്പോൾ പഞ്ചായത്തിന് അത് കുഴപ്പമില്ല, അത് ഞങ്ങൾക്ക് ഇതിനകത്ത് കേസ് പഞ്ചായത്ത്. അപ്പോൾ ഞങ്ങൾ കേസ് പഠിച്ചു. പക്ഷേ അപ്പോൾ തിരുവനന്തപുരത്തെ കേസ് ഞങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ ഒരു ദിവസം മുതൽ പഞ്ചായത്തിൻ്റെ വക്കീൽ ബോധപൂർവമാണോ അല്ലോ എന്നുള്ള കേസിൽ കാര്യമായിട്ട് ഹാജരായില്ല. അങ്ങനെ ഏകപക്ഷീയമായിട്ട് വിധി വന്നു. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയില്ല. തുടർന്ന് രണ്ടാമതും നാട്ടുകാർ കൂടി ചേർന്ന് ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടാക്കുകയും പഞ്ചായത്തിന്റെ തീരുമാനം സ്റ്റേ ചെയ്യാൻ അസോസിയേഷൻ ഹൈക്കോർട്ടിൽ പരാതി സമർപ്പിക്കുകയും ചെയ്തു. അതുമൂലം വീണ്ടും പഞ്ചായത്ത് ആ ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ മാള ഗ്രാമപഞ്ചായത്ത് അമിതഭാരം കയറ്റിയ വാഹനം പോകരുത് എന്ന ബോർഡ് 2 പ്രാവശ്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ബോർഡ് മാറ്റിയപ്പോൾ ഞങ്ങൾ എന്താ വെച്ചാൽ ആ തീരുമാനത്തിനെതിരായിട്ട് അല്ല, ആ തീരുമാനം സ്റ്റേ ചെയ്യുന്ന ആവശ്യപ്പെട്ട് ഞങ്ങൾ ഹൈക്കോടതി റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിൽ സ്വന്തം ചെയ്ത് അങ്ങനെ ഹൈക്കോടതി കേസ് നിന്ന് ആ തീരുമാനം ഈ മാറ്റാനുള്ള തീരുമാനത്തെ അവർ സ്റ്റേ ചെയ്ത് വീണ്ടും പഞ്ചായത്ത് ബോർഡ് വെച്ചു. അങ്ങനെ മാള ഗ്രാമപഞ്ചായത്ത് അമിതഭാരം കയറ്റിയ വാഹനം പോകരുത് എന്ന ബോർഡ് 2 പ്രാവശ്യം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. രണ്ടാമതും പഞ്ചായത്ത് അതേ ബോർഡ് സ്ഥാപിച്ചപ്പോൾ ടോറസ് ഉടമ വീണ്ടും ഹൈക്കോടതിയിൽ കേസ് സമർപ്പിക്കുകയും അതേ ബോർഡ് വീണ്ടും അവിടെ നിന്നും നീക്കം ചെയ്യുവാൻ വിധി വരികയും പഞ്ചായത്ത് ബോർഡ് എടുത്തു മാറ്റുകയും ചെയ്തു. അതിനുശേഷം റെസിഡൻസ് അസോസിയേഷൻ മാള ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ 5.25 മീറ്റർ മാത്രം വീതിയുള്ള ഈ റോഡിന്റെ വീതി 6.7 മീറ്ററായി പഞ്ചായത്തിലെ ഏതോ ജീവനക്കാരനെ സ്വാധീനിച്ചുകൊണ്ട് എഴുതി ചേർത്തു എന്നും അദ്ദേഹം പറയുന്നു. 2 പ്രാവശ്യം ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ കാലത്ത് ശാന്തമായി കഴിഞ്ഞിരിക്കുന്ന സംബന്ധിച്ചാൽ ദേഹം പോയിട്ട് ഹൈക്കോടതിയിൽ വേറെ കേസ് കൊടുത്തു. കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ കഥ കള്ളിത്തറ അപ്പളെ കുറിച്ച് ഈ റോഡിന് 6.7 മീറ്റർ വീതിയുണ്ട്. പഞ്ചായത്തിൻ്റെ ആസ്തി റെസ്റ്റോറൻറ്റ് പഞ്ചായത്തിൻ്റെ തോടും റോഡിൻ്റെ വീതികരിക്കുന്നത് അതിൽ 6.7 മീറ്റർ വീതിയുണ്ട്. അതിനാൽ 6 മീറ്ററിൽ കുറവാണെങ്കിലാണ് നിർവഹിക്കാൻ പാടുള്ളൂ. അത് 6.7 മീറ്റർ വീതി, അതിനാൽ ഞങ്ങൾക്ക് അനുവാദം വേണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് നിലവിൽ വലിയ വാഹനങ്ങൾക്ക് പോകുവാനുള്ള സഞ്ചാരയോഗ്യമായത് എന്നും പറയുന്നു. നിലവിൽ ഈ റോഡ് 5.25 മീറ്റർ വീതി ഉള്ളൂ എന്നതിന് രേഖ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും പഞ്ചായത്ത് അപ്പോഴേക്കും ഈ പഞ്ചായത്ത് ഇപ്പോഴത്തെ വാർഡ് മെമ്പർ പഴയ കമ്മിറ്റി പോയി
ഇപ്പോൾ അത് വാർഡ് ജൂലി വിനോദ് ഞങ്ങൾ പറഞ്ഞ പ്രശ്നമുണ്ട് റോഡ് അളക്കുന്നു. അങ്ങനെ പഞ്ചായത്തേക്ക് ഞങ്ങൾ റോഡ് അളക്കാൻ അപേക്ഷ കൊടുത്തു. അങ്ങനെ വാർഡ് മെമ്പർ സാന്നിധ്യത്തിലും ഞങ്ങളുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്തിൽ 2 ഓവർസീയർമാർ അടക്കം വന്ന് റോഡ് ഇവിടെ നീളം അവിടെയും നീളം വീതി അളന്നു. അങ്ങനെ നീളം വീതി അളന്ന് അവരതിൻ്റെ കണക്ക് തന്നു. അതിന് 5.25 മീറ്ററും 5.25 മീറ്റർ എഴുതി തന്നു. 6.7 മീറ്ററിന് ആ കയ്യിലുണ്ട്. നിലവിലുള്ള വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിലാണ് ഈ റോഡ് അളന്ന് തിട്ടപ്പെടുത്തിയത്. ആ കണക്കനുസരിച്ച് ടോറസ് പോലുള്ള വാഹനങ്ങൾക്ക് ഈ റോഡിലൂടെ പോകുവാൻ അനുവാദമില്ലാത്തതാണ്. എന്നാൽ ഇതേപ്പറ്റി ഇന്നും ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേ റോഡിന്റെ അറ്റത്ത് പഞ്ചായത്തിന്റെ ഒരു തോടുണ്ടെന്നും അത് നികത്തി സഞ്ചാരപാതയാക്കി എന്നും പറയുന്നു. അന്ന് ആ തോടിന്റെ കുറുകെ ഉണ്ടായിരുന്ന കൽബർട്ട് ഇടിച്ചു നിരത്തിയതിന്റെ അവശേഷിപ്പുകൾ അതുവഴി പോകുന്നവർക്ക് കാണാവുന്നതാണ്. അപ്പൊ ഇതിനിടയ്ക്കാണ് മറ്റൊരു സംഭവം ഉണ്ടായത്. ഈ റോഡ് ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് നെടുനീളം ശങ്കരങ്കാവ് എന്ന് പറയും. ശങ്കരങ്കാവ് ഭാഗത്തു നിന്ന് മാളച്ചാലിലേക്ക് പോകുന്ന വലിയൊരു തോടുണ്ട്, ഒരു വലിയ തോട്. ആ വലിയ തോട് അങ്ങനെ ഏകദേശം 2 കിലോമീറ്റർ നീളം വരും. ആ റോഡിൻ്റെ നടുഭാഗത്ത് ചെല്ലുമ്പോൾ റോഡില്ല. നടുഭാഗത്ത് ചെല്ലുമ്പോൾ റോഡ് നികത്തിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇയാളെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. തോട് 2 ചില നിങ്ങളുടെ തോട് പണ്ട് മനസ്സിലായി വണ്ടി പോകുന്നു. ആ തോടിൻ്റെ അടിഭാഗം നികത്തി കളഞ്ഞിരിക്കുന്നത്. തണ്ണീർത്തടം എന്ന് പറയാൻ പറ്റില്ല, അവിടെ തോട് മാത്രം. എന്നിട്ട് അല്ല ആ തോടിൻ്റെ 2 വശത്തും പഞ്ചായത്ത് കലുങ്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കിഴക്ക് വശത്തെ കലുങ്ക് ഇപ്പോൾ അതേപടി നിൽപ്പുണ്ട്. 16 വർഷമുള്ള കലുങ്കും സ്ഥലം കൊണ്ട് കലുവട്ട് നികത്തി എടുത്തിരിക്കുന്നത്. കലുവട്ടിന്റെ ഒരു ഭാഗം അതേപടി നിൽക്കുന്നു, ഇപ്പോഴും നിൽക്കുന്നു. അന്ന് ആ തോട് മൂടിക്കളയാനും അത് നികത്തിയവർക്ക് ഒപ്പം അധികാരികൾ മൗനം പാലിച്ച് നിന്നുകൊടുത്തു എന്നും ആക്ഷേപം പറയുന്നു. പിന്നീട് ആ കാര്യം പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെയൊരു തോട് അവിടെ ഇല്ല എന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു. മറുഭാഗം നികത്തി അതിൻ്റെ അടിഭാഗം നികത്തി അതേപോലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തോടപ്പുറത്തുണ്ട്. അപ്പോൾ തോട് നികത്തി ഇയാൾ അതിൻ്റെ മേലേക്ക് വണ്ടി ഓടിക്കാൻ, ആ തോടിനേക്ക് വണ്ടി ഓടാൻ പറ്റില്ല. എന്നിട്ട് അപ്പോൾ അതിനെ സംബന്ധിച്ച് അന്ന് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർമാരൊക്കെ അതിന് മൗനമായിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ളത് ഇപ്പോഴല്ല, ഇത് ഇപ്പോഴത്തെ ജൂലി ബെഞ്ച് വന്നിക്ക് മുമ്പാണ്. അന്നത്തെ വാർഡ് മെമ്പർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് അത് അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് തോടിന് തമ്മില്ല. അങ്ങനെയെങ്കിൽ അവിടെയുള്ള ആ കൽബർട്ട് എങ്ങനെ അവിടെ വന്നു? ഇതിനെ കണ്ണടച്ച് ഇരുട്ടാക്കി എന്ന് വേണം പറയാൻ അധികാരികളെ. അമിതഭാരം കയറ്റി വാഹനമോടിക്കുവാൻ അന്നത്തെ പഞ്ചായത്തിലെ അധികാരി നട്ടെല്ലിന്റെ സ്ഥാനത്ത് 1000ന്റെ നോട്ടുകൾ തൂണാക്കാൻ ആഗ്രഹിച്ച ഒരാൾ കാരണമാണ് ഇന്ന് ഇത്രയും ജനങ്ങൾ ദുരിതപാത താണ്ടുന്നത്. ഇനി ലൈം ലൈറ്റിന് ചോദിക്കാനുള്ള ഒരു ചോദ്യം. മാള ഗവൺമെന്റ് ആശുപത്രി പടി മുതൽ കനകക്കുന്ന് വരെ ഏകദേശം ഒരേ അളവും വീതിയും ആയിരിക്കില്ലേ റോഡിനുണ്ടാവേണ്ടത്? അതോ അളവിൽ വ്യത്യാസമുണ്ടോ? ഇത് ചോദിക്കുവാനുള്ള കാരണം കനകക്കുന്ന് റോഡിന്റെ എൻട്രൻസിൽ പൊയ്യ പഞ്ചായത്ത് വെച്ചിരിക്കുന്ന ഒരു ബോർഡ് നമുക്ക് കാണാം. അതിൽ എഴുതിയിരിക്കുന്നത് ഒരേ വാചകം തന്നെ. അറിയിപ്പ്: പൊയ്യ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം ഈ റോഡിലൂടെ 9 ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു. എന്നാൽ ഇതേ റോഡ് തന്നെയല്ലേ ഈ ഗുരുതര പ്രശ്നം ഉന്നയിക്കുന്ന റോഡ്? എന്നാൽ ഈ ബോർഡ് വെച്ചിട്ടും ആ നിയമം കാറ്റിൽ പറത്തി അമിതഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി പോകുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പൊയ്യ പഞ്ചായത്താണ് വെച്ചേക്കുന്നത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനപ്രകാരം ഈ റോഡിലൂടെ 9 ടണ്ണിൽ കൂടുതൽ ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നു ബോർഡാണ് വെച്ചേക്കുന്നത്. പക്ഷേ ഇതിലൂടെ ഈ 9 ടണ്ണിൽ കൂടുതൽ, അതായത് ബസ്സിന് പോലും ഇതിലേക്ക് പോകാനുള്ള അനുവാദമുണ്ട്. അതിൽ കൂടുതൽ ഭാരം കയറ്റി പോകുന്നത് നിങ്ങൾ കാണാറുണ്ടോ? പോകുന്നുണ്ട്. അത് ടോറസ് പോകുന്നുണ്ട്, ഇടക്കിടക്ക് പോകാറുണ്ട്. റോഡുകളും മറ്റു കുളങ്ങളൊക്കെ, റോഡ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ സൈഡ് ഇടിഞ്ഞ് ഫുള്ള് കല്ലൊക്കെ കുളത്തിലേക്കായിട്ട് കിടക്കുകയാണ്. ഇപ്പോൾ ഇതിലെ സ്കൂൾ വണ്ടികളൊക്കെ, ഇപ്പോൾ സ്കൂളില്ലെങ്കിലും സ്കൂൾ വണ്ടികളൊക്കെ പോണ വഴിയാണ്. അതൊരുപാട് ബുദ്ധിമുട്ട്. അതിൻ്റെ അപ്പുറം റോഡ് ഫുള്ള് പോയി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കനകക്കുന്ന്, അതൊക്കെ മാള പഞ്ചായത്താണ്. അതും അവിടെയൊക്കെ റോഡ് പൊളിഞ്ഞിപ്പോൾ കോൺക്രീറ്റ് ഇട്ടേക്കാണ്. കാരണം അതേമാതിരി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് കോൺക്രീറ്റ് ഇട്ടേക്കായിരുന്നു. കുളം ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. കുളം ഫുള്ള് കല്ല്, അതിൽ കുളത്തിൽ കല്ലുകൾ മുഴുവനും ഇടിഞ്ഞ് കിടക്കുന്നു. ഒരുപാട് കനകക്കുന്നിലൊക്കെ അവർ സമരം നടത്തി കഴിഞ്ഞപ്പോഴാണ് ഇതിലേ പോയി തുടങ്ങിയത്. അപ്പോഴും നമ്മളും പറഞ്ഞു പോയിട്ടുണ്ട്. അന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അത് കഴിഞ്ഞ് പിന്നെ കാലി, അപ്പൊ അവര് പറഞ്ഞു കാലി വണ്ടിയാണ് പോണത്, ഭാരം കയറ്റിയിട്ടല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടും ഇത് തടയോന്ന് ചോദിച്ചാൽ നമ്മ ഒരാളായിട്ട് തടയില്ലല്ലോ. ആദ്യം ഞങ്ങൾ തടഞ്ഞതായിരുന്നു വണ്ടി ഉണ്ട്. ചെറിയ കുഞ്ഞു വീടുകളാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ പോയിട്ട് അവരുടെ വീടിന്റെ മറ്റേ ഇലക്ട്രിക് കമ്പി ഫുള്ളായിട്ട് പൊട്ടി അവരുടെ വീടിന്റെ ഓട് വരെ പൊളിഞ്ഞു പോന്നു. ഈ ടോറസ് പോയപ്പോൾ വയറ് ഇതായിട്ട്. ഈ ബോർഡ് ഇവിടെ സ്ഥാപിക്കാമെങ്കിൽ അപ്പുറം എന്തുകൊണ്ട് സ്ഥാപിച്ചുകൂടാ? അപ്പുറം ആ ബോർഡില്ല, കാലങ്ങളായിട്ട് അവിടെ എടുത്ത് പഞ്ചായത്ത് മാറ്റി വെച്ചിരിക്കുന്നു. ഇതിനൊരു ഉത്തരം തരേണ്ടത് പഞ്ചായത്താണ്. ഇതെല്ലാം കണ്ടും കേട്ടും രണ്ടിനും മധ്യേ താളം ചവിട്ടാനുള്ളതല്ല അധികാരം. അത് സമ്മതിദാനം നൽകി നിങ്ങളെ അധികാരത്തിൽ കയറ്റിയ ജനങ്ങൾക്കൊപ്പം നിൽക്കലാണ്. ജനത്തിനോട് ഒന്നേ പറയുവാനുള്ളൂ, നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി കെട്ടിവെച്ചവരെ ഒന്നിനെയും അധികാരത്തിൽ കയറ്റാതിരിക്കുക. മാള ഗ്രാമപഞ്ചായത്തിനോട് പറയുവാനുള്ളത്, ഈ പ്രശ്നത്തിന് ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്ത രീതിയിൽ റോഡ് അളന്ന് തിട്ടപ്പെടുത്തുക. ലൈംലൈറ്റ് ന്യൂസ്, മാള. വൈക്കിംഗ് പമ്പ്സ്. വീട്ടാവശ്യങ്ങൾക്കും കൃഷിയിടങ്ങളിലേക്കും ഇത്ര ആഴത്തിൽ നിന്നും ഏത് ഉയരത്തിലേക്കും ഒരേ വാട്ടർ പ്രഷറോടുകൂടി വെള്ളം പമ്പ് ചെയ്യുവാൻ വൈക്കിംഗ് പമ്പ്സ്. കരുത്തുറ്റ വൈക്കിംഗ് പമ്പ്സ് ഉള്ളപ്പോൾ ഇലക്ട്രിക് ലീക്കിനെ നിങ്ങൾ ഭയക്കുകയേ വേണ്ട. അതിനൂതനമായ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ചതുകൊണ്ട് തുരുമ്പ് പിടിക്കുമെന്ന ആശങ്കയുമില്ല. കറണ്ട് ചാർജ് കേറുമെന്ന ആകുലതയും ഇനി നിങ്ങൾക്ക് വേണ്ട. വൈക്കിംഗ് പമ്പ്സ്, ISI product, ISO 9001 company and Elaine Group of Companies. വൈക്കിംഗ് പമ്പ്സ് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഞങ്ങളുടെ ഷോപ്പുകൾ KK Electricals മാള, KR Electricals ചാലക്കുടി, എഡിസൺ സാനിറ്ററീസ് കൊടുങ്ങല്ലൂർ, പമ്പ ഏജൻസീസ് പറവൂർ. ഫോൺ നമ്പർ 9562750992.